ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളതേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മളിതേ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണതൊക്കെ ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചക്കയാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ഇങ്ങോട്ട് ചൂടാവുമ്പോഴേക്ക് ഇതൊന്നും ഇങ്ങോട്ട് അമരും കേട്ടോ. ഇത്രയും പൊങ്ങി നിൽക്കുകയൊന്നും ഇല്ലല്ലോ, അത് ഇങ്ങോട്ട് അമരും കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കറിൽ വിസിൽ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം വിസിൽ വെക്കാതെ നമ്മളൊന്ന് വെച്ചെടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് അമർന്നതിന് ശേഷമാണ് നമ്മൾ വിസിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 2 വിസിലടിച്ചപ്പോഴേക്ക് നമ്മളെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിലേക്ക് തേങ്ങ അരച്ച് ചേർത്തു കേട്ടോ. അതിൽ ചെറിയ ഉള്ളിയും ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്കൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും അതുപോലെ ചുവന്ന മുളകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ ചക്കയിൽ ഉള്ളി ഇടുന്നൊരു സംഭവം ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കടുകൊക്കെ വറുത്തിടുന്ന ആ ഒരു കൂട്ടത്തിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അതെനിക്കറിയില്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ചെറിയ ഉള്ളി വറുത്തിടുന്നത് ഇവിടെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചക്കക്കൂട്ടാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ചായയും അതുപോലെ നമ്മൾ നൂൽപുട്ട് കുഴച്ചെടുക്കാനുള്ളതും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കടലയൊന്ന് കഴുകിയെടുത്തിട്ട് അത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് റെഡി ആയപ്പോൾ ചായ ആയിട്ടുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നൂൽപുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കുക്കർ അങ്ങോട്ട് ആയൊരു സമയത്ത് കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിതേ നൂൽപുട്ട് അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കടലയുടെ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ തിളച്ച് വന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മളെ നൂൽപുട്ട് റെഡി ആയതൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം രണ്ടാമത്തെ കുറ്റിയിലേക്കുള്ളത് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചില്ലിട്ട് കൊടുത്തിട്ടാണ് ഞാൻ 2 ചില്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മാവ് നിറച്ചതിന് ശേഷം ഒരു ചില്ലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മളത് അടച്ചെടുത്തിട്ട് മാവ് എടുക്കുന്നത് കേട്ടോ. നൂൽപുട്ടിനുള്ളത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടെ ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ കടല വറുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നൂൽപുട്ടും കടലക്കറിയൊക്കെ എടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. അപ്പു ഹായ് പറയൂ. അപ്പു ഹായ് പറയൂ. ബൈ ബൈ. അപ്പോൾ ടാറ്റാ. ഏട്ടല്ല അങ്ങനെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുളിച്ചതിന് ശേഷമാണ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൂസിനെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും കുളിച്ചു, മനുവും കുളിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇത്തിരി വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ 8 മണിയാകുമ്പോഴേക്കും നമ്മൾ ചായ കുടിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇനി ചായ കുടിച്ച ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കുളിക്കാൻ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോവാണ് കേട്ടോ. എങ്ങോട്ടാണ് പോണതെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ. അംഗനവാടിയിൽ പോവാണ്. അപ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ട് അംഗനവാടി പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മനുവിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ അവൻ ഏതായാലും പോരുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോവാണ്. അങ്ങനെ മനു സ്കൂൾ ബസ് കയറിയതിന് ശേഷം ആണ് ഞങ്ങൾ
അംഗനവാടിക്ക് പോണത് കേട്ടോ. ആളെ ബസ് 9:40 വരിക. അങ്ങനെ 9:40 ആൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അംഗനവാടിക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ ദേ അപ്പൂസ് ഫുഡും കഴിച്ചിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് പിന്നെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. വൈകുന്നേരം മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മനു വന്നതിന് ശേഷമാണ് ഞങ്ങളിതൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ കടലക്കറി ഉണ്ടായിരുന്നു. രാവിലത്തെ നൂൽപുട്ടും കടലക്കറിയാണ് ബാക്കി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ, ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ ദേ ഇവിടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അതിന് മുന്നേ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ പഞ്ചസാര ഉള്ളതല്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതേ നമ്മളൊന്ന് ചക്ക റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പഴുത്ത ചക്ക എടുത്ത് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളതിൽ കവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ പൊതിയുന്നൊരു കവറില്ലേ, ആ കവറൊക്കെ ഇട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതൊന്ന് മുറിച്ചെടുക്കുക. സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, പഴുത്തതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചക്ക മുറിക്കുന്നത്. ആരും ഞാനിത് പറയുന്നത് കൊണ്ട് എന്നെ കളിയാക്കണ്ട കേട്ടോ. ഞാൻ ചക്ക മുറിച്ചെടുക്കുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏട്ടനാണ് മുറിച്ച് തരാറുള്ളത് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ഛനാണ് ഇതൊക്കെ മുറിച്ച് ഇങ്ങനെ പീസാക്കി തരും. ഒരു വലിയ കത്തി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ പീസാക്കി തരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ പിന്നെ നമ്മളതൊന്ന് ചുളപ്പറിക്കലും അരിയലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ടുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു ചക്ക മുറിച്ചെടുക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതും കൂടെ ഒന്ന് പിന്നെ അതിൻ്റെ വക്ക് ഭാഗമൊക്കെ നമ്മൾ എടുക്കാതെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുറിച്ച് വെച്ചിരിക്കണ വക്ക് ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതേ നല്ലോണം അങ്ങോട്ട് പഴുത്ത് എന്താണ് പറയുക, പിളി ആയിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെയാണോ നിങ്ങൾ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പഴുത്ത് അളിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഫ്രഷോട് കൂടിയിട്ട് ഇരിക്കണത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം അതേ നമ്മളിതിൻ്റെ കുരുവും പിന്നെ അതിൻ്റെ എന്താ പറയുക ചവിണിയില്ലേ, അതും കൂടെ ഒന്ന് എടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇത്രയും ചക്കയാണ് നമുക്ക് ആ ഒരു പീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമ്മളൊരു ബോക്സിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ കുറച്ച് ഇപ്പോൾ എടുത്ത് കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി പഴുത്ത ചക്ക കഴിക്കുമ്പോൾ വയറുവേദന വരുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പേടി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ അതേ നമ്മൾ രാത്രി കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിൻ്റെ അരി ഇരിക്കണില്ലേ, ആ ഒരു അരി വെച്ചിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രാമ്പൂവും പട്ടയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിട്ട് കൊടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് അതൊന്ന് ആയ സമയം കൊണ്ട് നമ്മൾ സവാള ചേർത്തു. പിന്നെ അതിലേക്ക് അരിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചൂടാറുന്നതിന് മുന്നേ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ നാളെ നമുക്ക് 10 മണിക്ക് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.